ഹൈറോഗ്ലിഫിക്സ് ലിപി എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന, അപ്പൊ നമ്മൾ ഒരു ഭാഷ എഴുതപ്പോ മലയാളമാണെങ്കിൽ അറബി ആണെങ്കിൽ നമ്മൾ ചില അക്ഷരങ്ങൾ കൊണ്ടാണ് വാക്കുകൾ എഴുതുന്നത്, അലിഫ് ബാ അതേ രൂപത്തിൽ. പക്ഷേ അതേ സന്ദർഭത്തിൽ ഹൈറോഗ്ലിഫിക്സ് ലിപി എന്നുള്ളത് അക്ഷരത്തിന് പകരം ചില ചിഹ്നങ്ങൾ, അതേപോലെ തന്നെ മൃഗങ്ങളുടെ ചിത്രങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. അത് റോമക്കാർ നിരോധിച്ചു. അതോടുകൂടെ ക്രമേണ AD 300 ശേഷം ആയപ്പോഴേക്കും ആ ഭാഷ ലോകത്തുനിന്നും സമ്പൂർണ്ണമായിട്ട് അസ്തമിച്ചു എന്നുള്ളതാണ്. അതായത് AD 300 ശേഷം ആ പുരാതന ഈജിപ്ഷ്യൻ ലിപി അറിയുന്ന ഒരാൾ പോലും ലോകത്ത് അവശേഷിച്ചിരുന്നില്ല. അത് എഴുതാനോ വായിക്കാനോ അറിയുന്ന ഒരാൾ പോലും ഈ ഭൂമുഖത്ത് ഉണ്ടായിരുന്നില്ല എന്ന് ചുരുക്കം. അതിനുശേഷം നമുക്കറിയാം 7-ാം നൂറ്റാണ്ടിൽ പിന്നീട് അറേബ്യയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ ലഭിക്കുന്നു. ആ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ആവർത്തിച്ച് പറയുന്നു ഫിർഔന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഹാമാൻ എന്നുള്ളത്. അതിന്റെ പേരിൽ നമ്മൾ നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. പക്ഷേ പ്രതികരിക്കാനുള്ള സോഴ്സ് നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ്. പക്ഷെ ആ ചരിത്രത്തിൽ സുബ്ഹാനല്ലാഹ് നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവ് സംഭവിക്കുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. അടുത്ത കാലത്ത് 18-ാം നൂറ്റാണ്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്കറിയാം, ഈജിപ്ത് ഒരു കാലഘട്ടത്തിൽ നെപ്പോളിയൻ ഈജിപ്ത് കീഴടക്കുന്നുണ്ട്. അപ്പൊ ആ നെപ്പോളിയന്റെ പടയോട്ട സന്ദർഭത്തിൽ 1799 ഒരു ഫ്രഞ്ച് സൈന്യാധിപൻ അദ്ദേഹം എന്തോ ഒരു യുദ്ധത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം ഭൂമി കുഴിച്ച സന്ദർഭത്തിൽ അലക്സാണ്ട്രിയക്ക് സമീപം അദ്ദേഹം കുഴിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അമൂല്യമായിട്ടുള്ള ഒരു ശിലാഫലകം അദ്ദേഹത്തിന് കണ്ടെത്തി. അദ്ദേഹം ഭൂമിക്കടിയിൽ നിന്ന് കണ്ടെത്തി. ഏകദേശം 760ഓളം കിലോഗ്രാം ഭാരമുള്ള ഒരു വലിയ ഫലകം, അതായത് പഴയ കാലത്തുള്ള വലിയൊരു കല്ല്. ആ കല്ലിൽ അവർ ആ പഴയ കാലത്തെ ഈജിപ്ഷ്യൻ ലിപി, അതായത് ഹൈറോഗ്ലിഫിക്സ് കൊത്തിവെച്ചതായിട്ടുള്ള ഒരു ശിലാഫലകം അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളത്. ആ ഫലകം പ്രസിദ്ധമാണ്. ചരിത്രത്തിൽ അത് റോസെറ്റ സ്റ്റോൺ അല്ലെങ്കിൽ റോസെറ്റ കല്ല് എന്ന പേരിൽ അത് പ്രസിദ്ധമാണ്. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കല്ലാണത്. ആ കല്ല് ലഭിച്ചതോടുകൂടെ ആ പഴയ കാലത്തുള്ള ഈജിപ്ഷ്യൻ ഭാഷ, അതായത് ഹൈറോഗ്ലിഫിക്സ് ഭാഷയെ നമുക്ക് ഡീകോഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ആ പഴയ ലിപിയെ വീണ്ടും നമുക്ക് കൊണ്ടുവരാം. അതാണ് പിന്നീട് ഈജിപ്തോളജി എന്നറിയപ്പെടുന്ന ആ ഒരു ശാഖ അതോടുകൂടെ ശക്തി പ്രാപിക്കുന്നതായിട്ടെല്ലാം നമ്മൾ കാണുകയാണ്. അതായത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മൺമറഞ്ഞു പോയ ഒരു ഭാഷയ്ക്ക് അതോടുകൂടെ ഒരു പുതിയ ജീവൻ ലഭിക്കുകയാണ്. ആ പുതിയ ജീവൻ അത് ഡീകോഡ് ചെയ്തതിന് ശേഷം ആ ഫലകങ്ങൾ അവർ പരിശോധിച്ച സന്ദർഭത്തിൽ കണ്ടെത്തിയ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫിർഔന്റെ കാലഘട്ടത്തിലുള്ള ആളുകളുടെ പേരുകൾ അവർ പരിശോധിച്ച സന്ദർഭത്തിൽ അവർ കണ്ടു ഫിർഔന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ നിർമ്മാണ വിദഗ്ധൻ, അതായത് ഫിർഔന്റെ എഞ്ചിനീയറുടെ പേരായിട്ട് അതിൽ അവർക്ക് കാണാൻ സാധിച്ചത് ഹാമാന്റെ പേരായിരുന്നു. സുബ്ഹാനല്ലാഹ്. വെറുതെ പറയുന്നല്ല, ആ ഫലകം റോസെറ്റ സ്റ്റോൺ ഇന്നും കണ്ടെത്തിയിട്ടുള്ള ആ ഫലകം ഇന്നും ഓസ്ട്രിയയുടെ തലസ്ഥാനമായിട്ടുള്ള വിയന്നയിലെ ഹോഫ്സ്ബർഗ് മ്യൂസിയത്തിൽ അതേ രൂപത്തിൽ ഇന്നും സൂക്ഷിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ പരിശോധിച്ച് നോക്കുക, അതിന്റെ ചിത്രം ഗൂഗിൾ ചെയ്താൽ കാണാൻ സാധിക്കും. അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ ഫലകം നമുക്ക് ലഭിക്കുന്ന ആ ഫലകം ഡീകോഡ് ചെയ്ത സന്ദർഭത്തിൽ നമ്മൾ അത്ഭുതപ്പെടുന്ന രൂപത്തിൽ കാണുന്നു പ ഫിർഔന്റെ കൂടെ ഉണ്ടായിരുന്ന ഫിർഔന്റെ നിർമ്മാണ വിദഗ്ധ തൊഴിലാളികളുടെ തലവനായിരുന്നു ഹാമാൻ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പഠനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമുക്കറിയാം, ലോകപ്രസിദ്ധനായിട്ടുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു. അതായത് മുൻകാലഘട്ടത്തിൽ ക്രൈസ്തവനായി പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ മോറിസ് ബുക്കായ്. അദ്ദേഹം ചരിത്രകാരനാണ്. അദ്ദേഹം ഈജിപ്തോളജിയിലെല്ലാം അഗാധമായിട്ടുള്ള അറിവുള്ള വ്യക്തിയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ചരിത്രം അത്ഭുതമാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ മമ്മികളെ കുറിച്ച് ഈജിപ്ഷ്യൻ ചരിത്രത്തെ സംബന്ധിച്ചുള്ള പഠനമാണ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് എത്തിച്ചത് തന്നെ. അപ്പൊ അദ്ദേഹം പ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ദ ബൈബിൾ, ഖുർആൻ ആൻഡ് സയൻസ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധ ഗ്രന്ഥം പല ആളുകളും വായിച്ചിട്ടുണ്ടാകും. അപ്പൊ അദ്ദേഹത്തിന് ഈജിപ്തോളജിയിൽ ആധികാരികമായിട്ടുള്ള പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്. അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ കുറിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറിക്കുന്ന മനോഹരമായിട്ടൊരു അത്ഭുതപ്പെടുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഈ ഒരു കാര്യം പെട്ടു. അതായത് ബൈബിൾ പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ഫിർഔന്റെ കൂടെയാണ് ഹാമാന്റെ പേര് പറയുന്നത്. ഈ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട സന്ദർഭത്തിൽ ബൈബിൾ നേർവിരുദ്ധമായിട്ടാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു സത്യസന്ധത പരിശോധിക്കാൻ വേണ്ടി അദ്ദേഹം അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി അക്കാലഘട്ടത്ത് ഈജിപ്തോളജിയിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞനെ അദ്ദേഹം കണ്ടു. അദ്ദേഹം കാണുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഈ ഹാമാൻ എന്നുള്ള പദം, ആ പുരാതന ഈജിപ്ഷ്യൻ ലിപി ആയിട്ടുള്ള ഹൈറോഗ്ലിഫിക്സിൽ ഹാമാൻ എന്നുള്ള പദം അദ്ദേഹം എഴുതിയിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് അദ്ദേഹം ഒരു ഫ്രഞ്ച് ഈജിപ്തോളജിസ്റ്റിനെ, അദ്ദേഹം മുസ്ലിമല്ല, അദ്ദേഹത്തിന് പോയി സമീപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് കണ്ടില്ലേ, ഇത് 7-ാം നൂറ്റാണ്ടിലുള്ള ഒരു അറബ് ചരിത്ര ഗ്രന്ഥത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഫിർഔന്റെ കൂടെ ഹാമാൻ എന്നുള്ള ഒരു വ്യക്തി. അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമെന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം ഖുർആൻ എന്ന് പറഞ്ഞില്ല, മറിച്ച് 7-ാം നൂറ്റാണ്ടിലെ
ഒരു അറേബ്യൻ ചരിത്ര ഗ്രന്ഥത്തിലാണ് എനിക്കിത് കാണാൻ സാധിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഫ്രഞ്ച് ഈജിപ്റ്റോളജിസ്റ്റിനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. അത് കേട്ട ഉടനെ അദ്ദേഹം പറഞ്ഞു ഇമ്പോസിബിൾ, അത് ഒരിക്കലും സാധ്യമല്ല. 7-ാം നൂറ്റാണ്ടിൽ ഈ വിവരം ഒരാൾക്കും അറിയില്ല. കാരണം ആ കാലഘട്ടത്തിൽ ഈജിപ്ത്യൻ ലിപി അറിയുന്ന അല്ലെങ്കിൽ ഹൈറോഗ്ലിഫിക്സിനെ സംബന്ധിച്ച് അറിയുന്ന ഒരാളും ആ കാലഘട്ടത്തിൽ ഭൂമികത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ പരിശോധിച്ചതിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടാവും. ഒരിക്കലും അത് സാധ്യമല്ല എന്ന് അദ്ദേഹം നിഷേധിച്ചെന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, അദ്ദേഹം മോറിസിനോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇത് ഒന്നുകൂടെ വെരിഫൈ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ചില ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിന് ചില ജർമ്മൻ ഭാഷയിലെല്ലാമുള്ള ചില ഡിക്ഷണറി, ഈജിപ്റ്റോളജിയുമായിട്ട് ബന്ധപ്പെട്ട ചില ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് നിർദ്ദേശിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം നിർദ്ദേശിച്ച ആ ഗ്രന്ഥങ്ങളിലേക്ക്, ആ ഗ്രന്ഥങ്ങളും ഇതേപോലെ മോറിസ് ബുക്കായി അദ്ദേഹം പോയിട്ട് പരിശോധിച്ച സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ് അദ്ദേഹം പറയണം, അത്ഭുതപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ആ ഗ്രന്ഥങ്ങളെല്ലാം പരിശോധിച്ച സന്ദർഭത്തിൽ അവസാനം അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു, പൗരാണിക ഈജിപ്ഷ്യൻ ഭാഷയിൽ ഹാമാൻ എന്നുള്ള ആ പദത്തിന് അർത്ഥം തന്നെ ഫിർഔന്റെ കല്ല്, ഹാമാൻ എന്നുള്ള ആ വ്യക്തിയുടെ ജോലിയായിട്ട് അവര് സൂചിപ്പിക്കപ്പെട്ടത് ഫിർഔന്റെ കല്ലുകൾ ഉപയോഗിച്ചിട്ടുള്ള ഗോപുര നിർമ്മാണത്തിന്റെ തലവൻ എന്നുള്ളതാണ് അവർ കുറിക്കപ്പെട്ടതായിട്ട് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിന് ആ ഗ്രന്ഥത്തിലുള്ള അതിന്റെ വിശദീകരണം കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം വല്ലാതെ ഞെട്ടി. അദ്ദേഹം ആ ഭാഗം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നേരത്തെ ആദ്യം പോയ ആ ഫ്രഞ്ച് ഈജിപ്റ്റോളജിസ്റ്റിനെ വീണ്ടും അദ്ദേഹം കൊണ്ടുപോയി കാണിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറയണ, അദ്ദേഹത്തിന് വിശ്വസിക്കാൻ സാധിച്ചില്ല എന്നുള്ള, ഇതെങ്ങനെ സാധിച്ചു എന്നാണ് അദ്ദേഹം ചോദിച്ചതെന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, സുബ്ഹാനല്ലാഹ്, ലോകത്ത് ഒരാൾക്കും അറിയാത്ത, ലോകത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണടിഞ്ഞു പോയ ആ ഒരു ഭാഷയിൽ ഉപയോഗിച്ച ഈ പദം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയൽ ഉമ്മ സ്വന്തം ഭാഷ പോലും എഴുതാനോ വായിക്കാനോ അറിയാത്ത നിരക്ഷരനായിട്ടുള്ള പ്രവാചകൻ, ആ പ്രവാചകൻ ലോകത്ത് നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഒരാൾക്കും വായിക്കാൻ അറിയാത്ത ഈജിപ്ഷ്യൻ ഭാഷയിലുള്ള ആ വിവരം പ്രവാചകൻ വായിച്ചെടുത്തു എന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? അതോ ലോകത്തുള്ള സർവ്വഭാഷയും ലോകത്തെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് മുഖേന ഈ ഒരു കാര്യം നൽകി എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്കുക. വളരെ കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആന്റെ ചരിത്രപരമായിട്ടുള്ള കൃത്യതക്കുള്ള ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഈ ഒരു കണ്ടെത്തൽ എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്.